നമസ്കാരം, ഞാൻ ആസിഫ് പണ്ണാട്ട്. നമ്മൾ കഴിഞ്ഞ ചില എപ്പിസോഡ്, ഒരുപാട് 2-3-4 എപ്പിസോഡ് കഴിഞ്ഞു. ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ രംഗത്ത് IITians ചെയ്യുന്ന സേവനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോൾ അതിൽ പറയാൻ വിട്ടുപോയ ഒരു സാധനം, വാഫി സഹായിവാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ? ഇന്നലെ പറയാം, കണക്ട് ചെയ്ത സംഭവമാണ് അല്ലേ? എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്? കാരണം ഒരുപാട് ആളുകൾക്ക് മറ്റു കച്ചവടം പോലെയല്ല, ഒരാൾക്കൊരു പുതിയ കച്ചവടം വേണ്ടി പെട്ടെന്ന് തുടങ്ങുക. അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ആകുമ്പോൾ കാശുണ്ടായതുകൊണ്ട് കാര്യമില്ല, അടിസ്ഥാന സൗകര്യം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അവരുടെക്ക് അതിനു വേണ്ട എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം അല്ലെ? അതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വാഫി, നിങ്ങളുടെ കറക്റ്റ് പേരൊന്ന് പറയാം. ആരിഫ് വാഫി അല്ലെ? വാഫി എന്ന് പറഞ്ഞ ഡിഗ്രിയാണ് കേട്ടോ അല്ലേ? ഒരു പുതിയ സംരംഭം, എഡ്യൂക്കേഷൻ സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത, മാനേജ്മെന്റ് സിസ്റ്റം അറിയാത്ത ആളുകൾക്ക് തുടങ്ങാനും അത് നല്ല രീതിയിൽ റൺ ചെയ്യാനും വേണ്ടിയിട്ട് IITs സെന്ററിലുള്ള ഒരു ഫേമാണ് കണക്റ്റഡ്. നമ്മൾ ചെയ്യുന്നത് ഒരു സംരംഭത്തെ നല്ല രീതിയിൽ റൺ ചെയ്യുക, അതിന്റെ പൂർണ്ണമായ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നതാണ്. പ്രധാനമായും ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്ഥാപനത്തിൽ കൊടുക്കുന്നത്. ബിവോക്ക് കോഴ്സുകൾ, ബാച്ചിലർ ഓഫ് വൊക്കേഷൻ കോഴ്സുകൾ, 3 വർഷത്തെ ഡിഗ്രി കോഴ്സുകളാണ്. അത് ട്രെയിനിങ് പാർട്ണറുമായി ബന്ധപ്പെട്ട അഥവാ ഒരു ഡിഗ്രി സ്റ്റുഡൻറ്റിന് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഡിഗ്രികളാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ സ്കിൽ കോഴ്സുകളും അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരാൾക്കും പഠനം കഴിഞ്ഞ ഉടനെ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള വഴി തുറന്നു കൊടുക്കുകയാണ്. ഇത്തരം പല സ്ഥാപനങ്ങളും പൂട്ടിപ്പോകാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ മാനേജ്മെന്റ് സിസ്റ്റം ക്ലിയർ അല്ലാത്ത സ്ഥാപനങ്ങൾ നമ്മെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമ്മൾ ഏറ്റെടുത്ത് നല്ല രീതിയിൽ റൺ ചെയ്ത് അവർക്ക് തിരിച്ചേൽപ്പിക്കും. അത് പുതിയത് തുടങ്ങാനാണെങ്കിൽ നിങ്ങളോട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. പൂർണ്ണാർത്ഥത്തിൽ അതിന്റെ എല്ലാ രീതിയിലും മാർക്കറ്റിംഗ് അടക്കം അഡ്മിനിസ്ട്രേഷൻ ഭാഗവും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. ഇതിപ്പോ നമ്മൾ IITs തുടങ്ങിയ സമയത്ത് നമ്മൾ നേരിട്ട് വലിയൊരു പ്രശ്നമാണ്. ചില ആളുകൾ വലിയ ആരംഭത്തിൽ സ്ഥാപനങ്ങൾ തുടങ്ങും, പിന്നെ ചിലപ്പോൾ ഒരു പാർട്ട്നേഴ്സ് തമ്മിൽ ഇഷ്യൂ വരും. അപ്പൊ ചിലപ്പോൾ ഇവര് തമ്മിൽ ഇഷ്യൂ കാരണം ഇത് കുട്ടികളെ ഭാവിയാണല്ലോ. വിവോക് എന്നുള്ള കോഴ്സ് 3 വർഷത്തെ കോഴ്സാണ്. അപ്പൊ ഈ സ്ഥാപനം ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ചിലപ്പോൾ ഇവർ രണ്ടുപേരും മാറ്റി നിർത്തിയിട്ട് നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫേം മാനേജും കണക്റ്റഡ് മാനേജ് ചെയ്യും. രണ്ടാമതൊരു വരുന്നത്, ഇപ്പൊ ഒരാൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ നല്ല അതിയായ ആഗ്രഹമുണ്ട്, അതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല, എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു ഐഡിയ ഇല്ല. അതേസമയം അവർക്ക് നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ട്, അല്ലെങ്കിൽ ക്ലാസ് കൊടുക്കാൻ വേണ്ടി ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ കണക്റ്റഡായിട്ട് ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം അവന് യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് മെഡിക്കൽ കോഴ്സുകളും മെഡിക്കൽ കോഴ്സുകളായാലും ഏതൊക്കെ കോഴ്സുകളാണ് ഞാനൊരു എനിക്കിപ്പോ അത്യാവശ്യം അടിസ്ഥാന സൗകര്യമൊക്കെ ഉണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണം. കാരണം വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ഇനി അടുത്ത തലമുറ, ഈ തലമുറയിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മളൊക്കെ നമ്മുടെ കിട്ടുന്ന വരുമാനത്തിന്റെ, ഓരോ കുടുംബങ്ങളും കിട്ടുന്ന വരുമാനത്തിന്റെ വലിയൊരു ശതമാനം മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കാണ്. അപ്പൊ അവിടെ ചെലവഴിക്കുമ്പോൾ അപ്പൊ ഒരുപാട് സാധ്യതകളുണ്ട്. ഈ സാധ്യത ഉൾപ്പെടെ ഞാനിപ്പോ ഒരു ബിസിനസ്, പല ബിസിനസ്സും തുടങ്ങി പരാജയപ്പെട്ടു. ഇനിയിപ്പോ ഒന്ന് തുടങ്ങണം, എഡ്യൂക്കേഷൻ തുടങ്ങിയാൽ എങ്ങനെയെന്ന് ആലോചിക്കുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? എന്തൊക്കെ കോഴ്സുകളാണ്? അതായിട്ട് എഡ്യൂക്കേഷൻ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും. കാരണം എഡ്യൂക്കേഷൻ ബിസിനസ് അത്ര മോശമായിട്ടുള്ള കാര്യമല്ല. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പായിട്ട് ഒരാളെ സഹായിക്കുന്നത് തന്നെയാണ് ബിസിനസ്. അപ്പൊ എഡ്യൂക്കേഷൻ മേഖലയിൽ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് ബിവോക് എന്നുള്ള കോഴ്സാണ്. അല്ലെങ്കിൽ കണക്റ്റഡ് പ്രധാനമായിട്ടും കണ്ടക്ട് ചെയ്യുന്നത് ബിവോക് എന്നുള്ള കോഴ്സാണ്. ബിവോക് ബാച്ചിലർ ഇൻ വൊക്കേഷൻ എന്നാണ് ആ കോഴ്സിന്റെ പൂർണ്ണമായിട്ടുള്ള പേര്. അതായത് നമ്മളൊരു BA എന്ന് പറഞ്ഞ ബാച്ചിലർ ഇൻ ആർട്സ്, BCom എന്ന് പറഞ്ഞ ബാച്ചിലർ ഇൻ കൊമേഴ്സ്, BSc എന്ന ബാച്ചിലർ ഇൻ സയൻസ്, ബിവോക് എന്ന് പറഞ്ഞ ബാച്ചിലർ ഇൻ വൊക്കേഷൻ. വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തൊഴിലില് ഡിഗ്രി കൊടുക്കുക എന്നാണ് എന്ത് ഈ കോഴ്സിന്റെ അർത്ഥം, ഉദ്ദേശം. അപ്പോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല്, ഇപ്പോ നിലവില് ഒരു ഇൻഡസ്ട്രി, ഈ കോഴ്സിൽ 60% തൊഴിൽ തന്നെയാണ്. തൊഴിൽ കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ 60% ട്രെയിനിങ് കമ്പൽസറിയാണ്. പ്രാക്ടിക്കൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്. പ്രാക്ടിക്കൽ സാധാരണ ലാബിൽ നടക്കുന്ന പ്രാക്ടിക്കൽ അല്ല, കോളേജിനുള്ളിലെ ലാബ്. ആ ഇൻഡസ്ട്രി എന്താണോ, ഇപ്പൊ ഇതില് പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. അപ്പൊ ഈ വൊക്കേഷണൽ പാരാമെഡിക്കൽ കോഴ്സിന് അവിടെ ഇൻഡസ്ട്രി വരുന്നത് ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലായിരിക്കും, ചിലപ്പോൾ ഒരു സ്കാനിങ് സെന്റർ ആയിരിക്കും, ചിലപ്പോൾ ഒരു ലാബ് ആയിരിക്കും. അതാണ് അവിടുത്തെ ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രി രാവിലെ ഓപ്പൺ ആകുമ്പോൾ ഷട്ടർ പൊന്തിക്കുന്നത് മുതൽ അവിടുത്തെ ക്ലീനിങ് അല്ലെങ്കിൽ അവിടുത്തെ
പിന്നെ ഡാറ്റ എൻട്രി പോലത്തെ വർക്കുകൾ, ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നത്, ബ്ലഡ് എടുക്കുന്നത്, ചെയ്യുന്ന കൾച്ചർ ചെയ്യുന്നത് ഉൾപ്പെടെ ആ ലാബ് ക്ലോസ് ചെയ്യുന്നത് വരെ എന്താണ് ആ സിസ്റ്റത്തിലുണ്ട്. ആ ലാബിന്റെ അങ്ങനെ ഒരു കൊല്ലത്തെ കോഴ്സിൽ 6 മാസത്തോളം എന്താ വരുന്നത്, ഇതിന് ട്രെയിനിങ് ആണ് വരുന്നത്. പിന്നെ 4 മാസം വരുന്നത് എന്ത്, ഇതിന്റെ തിയറി പാർട്ട് വരുന്നത്. ഇത് കഴിഞ്ഞ് 1 വർഷം ഈ കോഴ്സ് കഴിയുന്ന കുട്ടിക്ക് ഡിപ്ലോമ കിട്ടും. 2ാമത്തെ വർഷം ഇതിന് അഡ്വാൻസ് ഡിപ്ലോമ കിട്ടും. 3ാമത്തെ വർഷം അതിന് ഈ തൊഴിൽ ഡിഗ്രി കിട്ടും. ഈ ഡിഗ്രി കൺവെൻഷണൽ ആയിട്ട് ഇന്ത്യയിലെ എല്ലാ മേഖലയിലും അപ്രൂവ്ഡ് ആണ്. UPSC ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, എനി ഡിഗ്രിക്ക് തുല്യമായിട്ട് അപ്രൂവ് ചെയ്താണ്. കൂടാതെ ഒരു ജോബ് മാർക്കറ്റിലേക്ക് കുട്ടി പോകുമ്പോൾ, ഈ കുട്ടി പോകുന്ന സമയത്ത് ഇവൻ നിലവിൽ ഇവർക്ക് പ്രത്യേകിച്ച് വേറെ ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. കാരണം 3 കൊല്ലം ഇവിടെ ഈ ലാബിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പഠിച്ച ആളാണ്. അവർക്ക് പുതിയ ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല, പുതിയൊരു മെഷീനറി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നേരത്തെ നാസായി പറഞ്ഞ മാതിരി ഒരു ഡയാലിസ് മെഷീൻ ഡയാലിസ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ മെഷീൻ കാണാത്ത കുട്ടികൾ പലരും ഉണ്ടായിട്ടുണ്ടാവും. ഫോട്ടോസ്റ്റാറ്റ് അല്ല, പ്രാക്ടിക്കൽ ആയിട്ട് കണക്റ്റഡിന് അവിടെ സാധ്യത വരുന്നത്. ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി ഉള്ള ഒരാൾക്ക് ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഹോസ്പിറ്റലിന്റെ പുറത്ത് തന്നെ ഒരു കോളേജിനുള്ള സൗകര്യമുണ്ട്, ക്ലാസ് റൂം സൗകര്യം. ചെയ്യുന്ന തൊഴിലിനെ കുറിച്ച് അവർ നല്ല ബോധവാന്മാരായിരിക്കും. ആയുർവേദ ഡോക്ടർമാരാണെങ്കിൽ RDT, ഡയാലിസിസ് ടെസ്റ്റ്, അതുപോലെ ഓരോ കോഴ്സുകളും നിരവധി കോഴ്സുകളുണ്ട്. 10-20 കോഴ്സിലേറെ ഉണ്ട്. ഇപ്പൊ ഒരു ആയുർവേദ ഡോക്ടേഴ്സ് ഒന്ന് കണ്ടപ്പോ കുറുന്തോട്ടിൻ്റെ എന്താ നിന്നോട് പരാതിഷൻ ഉണ്ടാക്കാൻ കുറുന്തോട്ടി വേണം. പക്ഷെ മൂപ്പരാടെ പഠിക്കാൻ അവിടെ ആ സംവിധാനം ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ ഇത് അങ്ങനല്ല. ഇത് കൃത്യമായിട്ട് പഠിച്ച് ജോലി ചെയ്തിട്ടാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അല്ല, ആ ഇൻഡസ്ട്രിയില് ജോലി ചെയ്യുന്ന ഉറപ്പുവരുത്തി അതിന്റെ അതിൽ ട്രെയിനിങ് കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയതിനു ശേഷം തന്നെയാണ് ഇതിന്റെ സർട്ടിഫിക്കേഷൻ വരുന്നത്. അത് മെഡിക്കൽ ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിക്കലിൽ വരുന്നതാണെങ്കിൽ പാരാമെഡിക്കൽ മേഖലയാണ് വരുന്നത്. എഞ്ചിനീയറിംഗിൽ ചില സബ്ജക്ട് ഉണ്ട്, റിന്യൂവബിൾ എനർജിയിലുണ്ട്, മാനേജ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഇപ്പൊ റീറ്റെയിൽ മാനേജ്മെന്റ് ഇപ്പൊ നമ്മളെ ഏതൊരു ഷോപ്പും ഇപ്പൊ നമ്മളെ വലിയൊരു സാധ്യതയാണ്. നമ്മളെ നെസ്റ്റ് പോലെ അല്ലെങ്കിൽ ലുലു പോലത്തെ ഷോപ്പിൽ നിൽക്കുന്നവർക്ക്, ആ നിൽക്കുന്ന ആളുകൾക്ക് ആ നിൽക്കുന്ന സമയം ഇതിന് ട്രെയിനിങ് ആയിട്ട് കണക്കൂട്ടാം. അതെ, അത് ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോ നമ്മൾ കുറേ സുഹൃത്തുക്കള് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സൂപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ട്. അവിടെ ഇപ്പൊ അവര് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം, അവിടെ വിസ കൊടുത്ത് വലിയ എമൗണ്ട് കൊടുത്ത് വിസ ഒക്കെ കൊടുത്തിട്ട് ഇവരെ കമ്പനിയായിരിക്കും വിസ ഒക്കെ കൊടുക്കുന്നുണ്ട്. വിസ കൊടുത്ത് ജോലി കയറി കഴിഞ്ഞാൽ ഇപ്പൊ പഴയ പോലെ പണ്ടൊക്കെ ബാങ്ക് വരും, ഇപ്പൊ അവർക്ക് ചാടിപ്പോവാം. ഇവർ പലരും ചാടി പോകുന്ന തൊഴിലാളികൾ അടുത്ത ചാൻസ് നോക്കിയിട്ട് പോവാൻ പറഞ്ഞ് കുഴപ്പമൊക്കെ ഉണ്ടാക്കും. അപ്പൊ വേണമെങ്കിൽ ഈ കുട്ടികളെ നമുക്ക് ഇവിടെ വെച്ചിട്ട് അല്ലെ റീറ്റെയിൽ മാനേജ്മെന്റ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ആ കുട്ടികളെ അവിടെ ട്രെയിനിങ് കൊടുക്കാം. ഇപ്പൊ നിലവിലുള്ള ജോലിക്കാരാണെന്നുണ്ടെങ്കിൽ ആ ജോലിക്കാരെ പിടിച്ചിരുന്ന ഒരു ട്രിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ ഒരു കോഴ്സും കൂടി എടുക്കാം. അപ്പൊ BO കാർഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്ക് ശനിയോ ഞായറോ ഒഴിവുള്ള ദിവസങ്ങളിൽ ഓൺലൈനിലോ അല്ലെങ്കിൽ റെഗുലറിലോ ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ, ഈ ട്രെയിനിങ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ കൊല്ലം ഡിപ്ലോമ ഇൻ റീറ്റെയിൽ മാനേജ്മെന്റ് കൊടുക്കാം, 2ാമത്തെ കൊല്ലം അഡ്വാൻസ് ഡിപ്ലോമ കൊടുക്കാം, 3ാമത്തെ കൊല്ലം കഴിഞ്ഞാൽ +2 കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായി ഡിഗ്രി ആയി. അപ്പൊ നിങ്ങളൊരു മോനെ പഠിക്കുകയാണെങ്കിൽ പഠിക്കുകയും ചെയ്യും, അതോടൊപ്പം തന്നെ അവന് വരുമാനം കിട്ടും, ഡിഗ്രിയും കിട്ടും. തുടർന്ന് ഇനി തുടർ പഠനം പഠിക്കണമെങ്കിൽ ഇപ്പൊ ഇത് തന്നെ PG വേണമെന്നില്ല. PG ഉണ്ട്, PG റീറ്റെയിൽ മാനേജ്മെന്റ് തന്നെ വേണം. ഈ കോഴ്സ് ഇല്ല. ഇപ്പൊ ഇത് കഴിഞ്ഞ ഒരാൾക്ക് ഇപ്പൊ ഒരു വക്കീലാവണമെന്ന് ആഗ്രഹമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ LLBക്ക് പോവാം. അല്ലെങ്കിൽ ഒരാൾക്ക് ഇപ്പോ PSC ചെയ്തിട്ട് ആ മേഖലയിൽ അങ്ങനെ പോകണമെങ്കിൽ ഒരു വില്ലേജ് ഓഫീസർ ആവാം, പോലീസ് ആവാം, എന്താവാം. ഇനി UPSC ചെയ്തിട്ട് എന്ത് ചെയ്യാം, IAS വരെ പോവാം. അതൊന്നും എനി ഡിഗ്രിക്ക് തുല്യമായിട്ടുള്ള എന്ത് കാര്യങ്ങളും എന്ത് ചെയ്യാം. കൂടാതെ ഒരു പ്രത്യേകത കൂടി ഞാൻ പറയാം. ഇപ്പൊ നമ്മളുടെ റിലയൻസ് ആയാലും ബാക്കിയുള്ള റീറ്റെയിൽ മാനേജ്മെന്റ് ഒരു മാനേജർക്കുള്ള ക്വാളിഫിക്കേഷൻ ആണ് ഡിഗ്രി അല്ലെങ്കിൽ PG. ഇവനെ വീണ്ടും എന്ത് ചെയ്യണം, ഇതിന് റീറ്റെയിൽ മാനേജ്മെന്റ് A to Z ഇവര് പഠിപ്പിക്കണം. അതിന് 6-7 മാസം പിടിക്കും. ഇവന്റെ ബുദ്ധി അളക്കാൻ വേണ്ടി മാത്രമാണ് എന്ത് ഡിഗ്രി എടുത്തിട്ടുള്ളത്. അതേസമയം BOക്ക് കഴിഞ്ഞ ഒരാൾ 3 കൊല്ലം അവിടെ റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ്, അവർക്കത് മാനേജ് ചെയ്യാൻ സിമ്പിളാണ്. പഠിച്ച് പാസ്സായതുകൊണ്ട് അവർക്കൊരു ഡിഗ്രി ഉണ്ട്, ഒരു പ്രൊഫഷൻ മാറ്റാൻ ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഒരു സ്ഥാപനമുള്ള ഒരാൾക്ക് ഒരു കോഴ്സ് തുടങ്ങണമെങ്കിൽ കണക്റ്റഡ് എന്ത് ചെയ്യും, സഹായിക്കും. അവിടെയാണ് ഇതിന് കണക്റ്റഡ്. രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഗുണകരമാണ്. അതെ, കുട്ടിക്ക് ക്രെഡിറ്റ് കൂടുതലുണ്ട്, അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. ക്രെഡിറ്റ് വിദേശ രാജ്യങ്ങളിൽ അതെങ്ങനെയാണ്? അത് സാധാരണ ഒരു ഡിഗ്രി നമ്മളിപ്പോ എടുക്കുന്ന ഡിസ്റ്റൻസ് ഡിഗ്രി അല്ലെ ഓൺലൈൻ ഡിഗ്രി ആണെങ്കിലും കൺവെൻഷണൽ ഡിഗ്രി ഏതാണെങ്കിലും നമുക്ക് സാധാരണ വരുന്നത് 90, അതുപോലെ 120, 130 ഒക്കെ.
നമ്മുടെ ഇതില് വിവോക്കില് 180 ക്രെഡിറ്റ് ഉണ്ട്. അപ്പൊ വിദേശത്ത് ഒരു 120ന്റെ മുകളിൽ ക്രെഡിറ്റ് ഇല്ലെങ്കിൽ അവർ ഡിപ്ലോമ ആയിട്ടാണ് കണക്കാക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ഡിഗ്രിയുടെ ഡിപ്ലോമ ആയിട്ടാണ് കണക്കാക്കുന്നത്. അത് പുറത്തേക്ക് പോകുമ്പോൾ അഡീഷണൽ ഏതെങ്കിലും ഒരു സ്കിൽ കോഴ്സ് എടുത്തിട്ട് അത് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ക്രെഡിറ്റ് കിട്ടുന്നതിന് വേണ്ടി. എന്നാൽ വിവോക്കില് 180 ക്രെഡിറ്റ് ഉള്ളത് അത് ഡിഗ്രിയാണ്. അവർ അഡ്വാൻസ്ഡ് സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടുക. അതായത് ഇപ്പൊ ഇവിടുന്ന് PG ഒക്കെ കഴിഞ്ഞിട്ട് വിദേശ UK US പോയി കഴിഞ്ഞാൽ അത് ഈ വലിയ സ്ഫോട വസ്തുവായിട്ട് വെള്ളത്തിൽ ചാടി വീടായിരിക്കും, പൊട്ടൂല അല്ലെ? അപ്പൊ അവിടെ ഇത് നല്ല എന്താ പറയാ, എത്ര പോയിന്റാണ് കിട്ടുക പറഞ്ഞത്? 180 പോയിന്റ്. സാധാരണ ഡിഗ്രിക്ക് അതൊന്നും ജനങ്ങൾക്കൊന്നും ബോധ്യമാവാൻ വേണ്ടിയാണ്. സാധാരണ ഡിഗ്രിക്കൊക്കെ എത്ര 140 വരെ. 130. അപ്പൊ ഇതൊരു പുതിയ അറിവും കൂടിയാണ്. ഈ കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അത് രണ്ടു കൂട്ടർക്കും, വിദ്യാർത്ഥികൾക്കും തൊഴിൽദാതാക്കൾക്കും വളരെ പ്രയോജനപ്രദമാണ്, വളരെ ഉപകാരപ്രദമാണ് അല്ലെ? അതെ. ഈ എപ്പിസോഡ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം.